ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ വലിയൊരു ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഈ വലിയ ഷോപ്പിംഗ് വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നാളെ ജനുവരി 18-ാം തീയതിയാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എനിക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് മേടിച്ചോളാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരൊറ്റ കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത്. സ്വർണം ഒഴികെ വേറെ എന്ത് സാധനം വേണമെങ്കിലും എത്ര എമൗണ്ടിന് വേണമെങ്കിലും നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2-3 കൂട്ടം ഡ്രസ്സ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം എനിക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ച് ക്രൈസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഡ്രസ്സ് ഇങ്ങനെ മേടിച്ച് കൂട്ടി വെക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു 2-3 കൂട്ടം ഡ്രസ്സ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ പോകാൻ റെഡിയായി പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലേ വേണ്ട, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണോ നിനക്ക് തോന്നുന്നത് അത് മേടിച്ചോ, അതിപ്പോൾ സ്വർണമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരവസരം എന്തിനാ നമ്മൾ പാഴാക്കാൻ പോകുന്നത്? എല്ലാ ആനിവേഴ്സറിക്കും എനിക്ക് എന്തെങ്കിലും ഗോൾഡ് മേടിച്ച് തരാറുണ്ട്. ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്ക്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ച് തന്നതാണ് കേട്ടോ, ഡയമണ്ടിൻ്റെ ഒരു നെക്ലേസ്. അപ്പം എല്ലാ എന്തെങ്കിലും ഫങ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് മേടിച്ച് തരാറുള്ളതാണ്. അപ്പം ഇതിനായിട്ടിപ്പോൾ ഞാൻ എന്തിനാണ് വിലക്ക് പറയുന്നത്? നമുക്ക് വാങ്ങിയേക്കാം. അപ്പം എനിക്ക് എന്ത് മേടിക്കണം എന്നുള്ളൊരു ഒരാകാംക്ഷ. അപ്പം വള എൻ്റെ കയ്യിലുണ്ട്, മാല എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം കൈ ചെയിനാണ്. മാലകൾ ഒരുപാടുണ്ട്, വളകൾ ഒരുപാടുണ്ട്. ഈ കൈമലും അതേപോലെ ഒരു വാച്ച് പോലുള്ളൊരു സംഭവമാണുള്ളത്. അപ്പം എനിക്ക് കൈ ചെയിനില്ല, മോതിരം ഉണ്ട്, ഇത് ഈ കൈമലും ഉണ്ട്. അപ്പം എനിക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കൈ ചെയിനാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്തു, കൈ ചെയിൻ മേടിച്ചാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. കക്ഷിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം കക്ഷിയുടെ ATM കാർഡ് എൻ്റെ കയ്യിലാണുള്ളത്. അപ്പം അതിന് എത്ര എമൗണ്ട് ചിലവാക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 17 വർഷമായില്ലേ സഹിക്കുന്നത്. അതിൻ്റെ ഒരു പരിഗണന എന്തായാലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അപ്പം ഞാൻ കരുതി ഒരു കൈ ചെയിൻ മേടിക്കാം, ഒരു പവൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് കേട്ടോ. അതിലേക്കും കൂടുതലൊക്കെ മേടിച്ചാൽ ദൈവം പോലും നമ്മളോട് പൊറുക്കൂലടേ. അപ്പോൾ ഒരു പവൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കൈ ചെയിൻ മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മലബാർ ഗോൾഡ് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ തന്നെ നാളെ മാലയൊക്കെ മേടിച്ചാൽ അവൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ. 2 പ്ലാൻ ഉണ്ട്. ഒന്നെങ്കിൽ മലബാറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നായിരിക്കും, കൊയിലാണ്ടി സരോണയിൽ നിന്നായിരിക്കും. ഈ 2-ലേതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ റെഡിയായി ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഗോൾഡിൻ്റെ ഷോപ്പ് എന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് വേണ്ടാന്ന് വെക്കൂല കേട്ടോ. നമുക്ക് ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുക, ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കൂട്ടി എത്രത്തോളം ഡ്രസ്സ് ഉണ്ടോ അത്രത്തോളം നമ്മൾ പറയുന്ന പരാതി നമ്മുടെ കയ്യിൽ ഡ്രസ്സ് ഇല്ല എന്നുള്ളതാണ്. അതല്ലേ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡ്രസ്സും കൂടി മേടിക്കാൻ 1-2 മാക്സിമം 2 എങ്കിലും മേടിച്ചിട്ടില്ലേ ശരിയാവില്ലല്ലോ, മോശമല്ലേ. അപ്പോൾ 2 കൂട്ടം ഡ്രസ്സും ഒരു കൂട്ടം ഒരു കൈ ചെയിനുമാണ് മേടിക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ കാണാം കേട്ടോ. മേടിച്ചിട്ട് കാണിച്ചു തരാവേ. കൊയിലാണ്ടി നിന്നാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴിക്കോട് നിന്നാണോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഞാൻ പർച്ചേസിങ്ങിന് ഇറങ്ങാൻ പോവുകയാണ്. ആളിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ സ്വർണം മേടിക്കാൻ പോവുകയാണ് എന്നുള്ളത്. വേറൊരു കാര്യം കൂടിയും എനിക്കിതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് എന്താണെന്നറിയോ. എനിക്കൊരു സ്ത്രീ മെസ്സേജ് ചെയ്തത് ഇങ്ങനെയാണ്: നിനക്കെല്ലാം
കണ്ണൻ തന്നതല്ലേ, അതിൻ്റെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. ഉളുപ്പുണ്ട് ആ സ്ത്രീക്ക് ചോദിക്കാൻ. കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കും ചോദിക്കാൻ. കാരണം എന്താ വെച്ചാൽ എനിക്കെല്ലാം കണ്ണൻ തന്നതാണ്. കണ്ണൻ ഇവിടെ വന്നിട്ട് ഇന്ന് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് ഉറക്കൊഴിഞ്ഞ് വരച്ച് ഉണ്ടാക്കി മേടിച്ച സാധനങ്ങളാണ്. അപ്പം അതിൽ ഇപ്പം ആർക്കും കൊടുക്കാനോ ആരോടും എടുക്കാനോ ഒന്നും പറയാൻ പറ്റിയില്ല. ആർക്കും തരുമെന്ന് പറയാനും പറ്റൂല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലിൻ്റെ അർഹൻ ഞാൻ മാത്രമാണ്. അതും ഈ പൊട്ടന്മാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഷോപ്പിലേക്ക് പോട്ടെ. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഇവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ ഏതാ എങ്ങനെ എന്താ നോക്കട്ടെ. ഒരു വണ്ടി ഉള്ളിലേക്ക് വെക്കുന്നില്ല, അതിലെ പെട്ടെന്ന് എടുക്കെങ്കിൽ പുറത്ത് വെച്ചോന്ന് പറഞ്ഞതാ. അയാൾക്ക് സംശയം ഇങ്ങോട്ടാണോ വരുന്നതെന്ന് അറിയാൻ. എന്നിട്ട് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വന്ന് നോക്കും. അല്ല, അയാൾക്ക് സംശയം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഗോൾഡിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ടൈറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിങ്ങനെ ലൂസിൽ ഈ പറഞ്ഞതുപോണം കൈ ചെയിൻ ഇടാൻ ഒഴിവില്ല. റൈറ്റ് ഹാൻഡിനാണല്ലോ കൈ ചെയിൻ ഇടുക. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് പെയിൻറ്റിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതിലായി കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ ലെങ്ത്തിൽ വേണ്ട എന്ന് പറഞ്ഞത്. ലെങ്ത്ത് കുറവായിട്ട് വളയല്ലേ അല്ലതാനും എന്ന് വെച്ചാൽ കൈ ചെയിനാണ് താനും എന്നുള്ള രീതിയിൽ വേണമെന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പം ഒരുപാട് മോഡൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്ക്, എൻ്റെ ഫ്രണ്ടിന്, അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് അത് വെയിറ്റ് കുറവാണ്, അരപ്പവനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് അത് വേണ്ട, കുറച്ചും കൂടി ഒന്ന് വെയിറ്റിൽ വേണമെന്ന് പറഞ്ഞു. മേടിക്കുമ്പം കുറച്ചുകൂടി നല്ലത് മേടിക്കാമല്ലോ എന്ന് കരുതി കുറേ കളക്ഷൻസ് അവിടെ നിന്ന് നോക്കിയിട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് എന്താ പറയുക, വെയിറ്റ് കുറവാണ്. എന്നെ ഇഷ്ടപ്പെടുന്നത് വെയിറ്റ് കൂടുതലുമാണ്. അങ്ങനെ ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഹാർട്ട് ഷേപ്പിൽ സ്റ്റോണൊക്കെ വരുന്നതാണ്. പക്ഷേ ഏതാ ഞാൻ സെലക്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ഫൈനലി പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണം എന്നുള്ള മാത്രമേ ഡിമാൻഡ് ഉള്ളായിരുന്നു. കാര്യം എന്താ വെച്ചാൽ വരയ്ക്കുമ്പം പെയിൻറ്റ് കുത്തരുത് എന്നുള്ള ഒരൊറ്റ ഡിമാൻഡ്. അങ്ങനെ ബ്രേസ്ലെറ്റ് മേടിച്ചു, 3/4 പവൻ്റേത്. 3/4 പവനെന്ന് വെച്ചാൽ ബില്ല് 6 ഗ്രാമും 190 മില്ലിയോ ആണുള്ളത്. അപ്പം അത് മേടിച്ചു. ഇപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കണ്ടേന്ന് വിചാരിച്ച് മോൾക്ക് ഞാനൊരു പാദസരവും മേടിച്ചു, വെള്ളീൻ്റെ കേട്ടോ. സ്വർണത്തിൻ്റെ മേടിക്കാൻ പറഞ്ഞിട്ട് അവൾക്കത് ഇഷ്ടമല്ല, എങ്ങനെ നോക്കിയിട്ടും അവൾ ഇടൂല എന്നുള്ള വാശി. അങ്ങനെ എന്നിട്ട് അവൾക്കൊരു വെള്ളീൻ്റെ പാദസരവും മേടിച്ച്. ഇനി അവൻ എന്തെങ്കിലും ഒരു സാധനവും കൂടിയോ മേടിക്കണം. എന്നാൽ പിന്നെ സംഭവമൊക്കെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. ഏതാ എടുത്ത് എങ്ങനെ എടുത്ത് നമുക്ക് പാദസരമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീട്ടിലെത്തട്ടെ. ഓക്കെ. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സംഗീതിലെത്തിയിട്ടുണ്ട് ഞാൻ. ബാക്കി സംഗീതം വണ്ടിയുടെ ചാവി ഒന്നില്ലേ. സംഗീത കയറി നോക്കട്ടെ. എന്താ എടുക്കേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ പോയിട്ട് നോക്കിയിട്ട് എടുക്കാം. ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോയി നോക്കട്ടെ.
എന്തെന്നാ അങ്ങനെ സംഗീതിലെത്തി ഡ്രസ്സ് ട്രയലിട്ട് വെക്കൽ തുടങ്ങി കേട്ടോ. ആദ്യം ട്രയലിട്ട് നോക്കിയത് ഇതാണ്. ധാവണി ആണ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിച്ചേക്കാം. ധാവണി ഇനിയും ഒരു 3 സെറ്റും കൂടി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഇടാത്തതായിട്ട്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് കരുതി. കാരണം 18-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ രണ്ടാമത് ട്രയലിട്ട് നോക്കിയത് ഇതാട്ടോ. ഇതേ മോഡൽ തന്നെ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ക്രിസ്മസിനേക്കൊരു ഗൗൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ 2 കൂട്ടം ഡ്രസ്സാണ് എടുത്തത്. 3 കൂട്ടം എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് 2 കൂട്ടമാക്കി. ആ 2 കൂട്ടം ഏതാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ സംഭവമായിരുന്നു. പക്ഷേങ്കിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ടും ഇടാൻ പറ്റില്ല. പിന്നെ അത് മൂലയിലായി പോവും. മറ്റേതൊക്കെ പിന്നെയും നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാലാണ് ഞാൻ എടുത്തത്. പിന്നെ 4മതായിട്ട് ഇട്ട് നോക്കിയത് ഇതാ. ഒരുപാട് ഡ്രസ്സൊന്നും ഇട്ട് നോക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഒന്നാമതൊരു ചടപ്പ്, കുറേ ഇങ്ങനെ ഇട്ട് നോക്കാനൊരു മടിയായിട്ട്. ഏതാ എടുത്തതെന്ന് പിന്നെ അരുണ് വന്നിട്ടുണ്ടായിരുന്നു. അരുണ് ബസ്സും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ പമ്പിലേക്ക് പോയി. അവൻ പെട്രോൾ അടിക്കുന്ന പമ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അവനെയും കൂട്ടിയിട്ടാണ് പോയത്. അവനുണ്ടായിരുന്നു തിരിച്ച് എനിക്ക് വീട്ടിലോട്ട്. ചോട്ടാ മുംബൈയിൽ ഭാവന പറയുന്നൊരു ഡയലോഗില്ലേ, വണ്ടി എന്നും കുളിപ്പിക്കണേന്ന്. അതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വണ്ടി കഴുകിയിട്ടേ വീട്ടിലേക്ക് പോകാവൂ. ഞാൻ അവനെ കുറേ കളിയാക്കി കേട്ടോ. എടാ നീ കുളിച്ചിട്ട് എത്ര ദിവസമായിടാ, വണ്ടി എന്നിട്ട് നീ കഴുകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് പോകുന്നതാണ്. അതും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞതിന് ശേഷം വണ്ടിയും കഴുകിയിട്ട് വേണം വീട്ടിലോട്ട്. ഇവനെന്നില്ല, എല്ലാ ഡ്രൈവർമാർക്കും പോകാൻ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. വണ്ടി കഴുകിയതിന് ശേഷം പിന്നെ അവനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് പോന്നിട്ട് തിരിച്ചിങ്ങോട്ട് വണ്ടി ഓടിക്കാൻ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കണ്ട പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ മടിയാണ്. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ കയറി. അതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. വണ്ടിയും കഴുകി നേരെ പോന്ന് ഉള്ളിയേരി എത്തിയതിന് ശേഷം ഭക്ഷണം കഴിച്ചു കേട്ടോ. ബ്രോസ്റ്റഡാണ് കഴിച്ചത്. അപ്പം വീട്ടിൽ പിന്നെ പിള്ളേരും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ എത്തിയാൽ പിന്നെ ഒരു ചടങ്ങാണല്ലോ കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് തന്നെ ഉള്ളിയിരുന്ന് തന്നെ ചൂടോടുക്ക മേടിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നടന്നത് മറ്റൊന്നാണ്. എന്താ നടന്നതെന്നല്ലേ, അതും കൂടിയും പറഞ്ഞു തരാം. വീട്ടിലെത്തിയിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എത്തിപ്പെട്ടത് ഹോസ്പിറ്റലിലേക്കായിപ്പോയി. മറ്റൊന്നുമല്ല, തലവേദന തന്നെ. ഞാൻ പറഞ്ഞല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ, അതാർക്കായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അത് ഇന്നത്തേക്കാക്കി. ഞാൻ എന്താ എടുത്തതെന്നൊക്കെ കാണിക്കാൻ ലേറ്റായതൊക്കെ അതുകൊണ്ടാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. ഗുഡ് മോർണിംഗ്. ഷോപ്പിംഗ് വ്ളോഗ് വയ്യെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ എനിക്ക് ഷോപ്പിംഗ് വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടല്ലോ, മൈഗ്രെയിനായിട്ട് ഹോസ്പിറ്റലിലായിപ്പോയി. അപ്പം എന്നെ പലരും കളിയാക്കാറുണ്ട്. എന്താണെന്നറിയോ, ഈ പറഞ്ഞതോണം ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ അപ്പോഴേക്കും ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞ്.
ടെൻഷൻ ഉണ്ടാവും. ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും. വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് എൻ്റെ. അപ്പം ആൾ കൂടെ ഇല്ലാത്തൊരു വിഷമം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആർക്ക് തന്നെ ആണെങ്കിലും ഉണ്ടാവും. ആ ഒരു വിഷമവും സങ്കടമൊക്കെ തന്നെയായിരുന്നു എനിക്കും. എനിക്കെന്തോ പെട്ടെന്ന് ഞാൻ ഇമോഷണലി എന്താ പറയുക ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ പിന്നെ മെഡിസിൻ അടിച്ചാൽ പിന്നെ എനിക്കൊരു ബോധവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിചാരിച്ചു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അതാണ്. അപ്പം എല്ലാവരോടും ചിരിച്ചിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സരുണേ നട്ടോ ഈ തവണയും ഞാൻ ആ സാധനം എടുത്തത് കൊയിലാണ്ടി ഇന്ന്. അപ്പോൾ ഏത് കൈ ചെയിനാണ് എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ പണ്ടത്തെ നമ്മളുടെ ഈ പേപ്പർ. അതൊരു സാധാരണ ജ്വല്ലറിയാണ്, വലിയ ജ്വല്ലറി ഒന്നുമല്ല. പക്ഷെ മേക്കിംഗ് ചാർജിന് ഭയങ്കര ഇതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. ഇതാണ് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ലൂസിൽ നിൽക്കാൻ പറ്റില്ല. ലൂസിൽ നിന്നാൽ ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിൻ്റെ അകത്ത് കുത്തിപ്പോകുന്നത് കൊണ്ട് കുറച്ച് ടൈറ്റായിട്ടാണ് പൊതുവേ ഞാൻ കൈ ചെയിൻ എടുക്കാറ്. എൻ്റെ കൈ ചെയിനായിരുന്നു സ്റ്റോക്ക് ഇല്ലാത്തത്, അങ്ങനെ കൈ ചെയിൻ എടുത്തു. അപ്പം കൈ ചെയിൻ മാത്രമല്ല കേട്ടോ, ഞാൻ വേറൊരു സാധനോട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സാധനോട് മേടിക്കണമെന്നും ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് മേടിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അത് പിന്നെ ഇവിടെ പരാതിപ്പെട്ടിയായി മാറുകയും ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ മോൾക്കൊരു കൊലുസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും സ്വർണത്തിനോട് ഭയങ്കര എന്നെപ്പോലെ ക്രൈസായിട്ട് നടക്കുമ്പം എൻ്റെ മോൾക്ക് സ്വർണം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാട്ടോ. അവൾക്ക് സ്വർണത്തിൻ്റെ കൊലുസ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവളുടെ കയ്യിൽ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് മേടിച്ച ഒരു കൊലുസായിരുന്നു ഉള്ളത്. അത് കല്യാൺ ജ്വല്ലറിയിൽ നിന്നായിരുന്നു മേടിച്ചത്. പെട്ടെന്നൊരു ദിവസം ആ കൊലുസിട്ടെടുത്തൊരു കറുപ്പ് കളറ്. ചിലർക്ക് വെള്ളി പറ്റൂല എന്ന് പറയലുണ്ടല്ലോ, അവരുടെ പപ്പക്ക് വെള്ളി പറ്റൂല, പെട്ടെന്ന് കറുക്കും. അപ്പോൾ അത് കറുക്കോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കൊലുസ് മേടിച്ചു. ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു കൊലുസ് അവൾക്ക് മേടിച്ചു. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ഇന്നലെ ജ്വല്ലറിയിൽ നിന്ന് ഞാൻ മേടിച്ചത്. ഇനി നമുക്ക് കോസ്റ്റ്യൂമിലേക്ക് കിടക്കാം. കോസ്റ്റ്യൂം ഏതൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് മേടിച്ചത് എന്നുള്ളതൊക്കെ കാണിച്ചു. ഒന്നതാ ഇതാണ്, ഈ ഗൗണാണ് ഒന്ന് മേടിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നെടുത്തത് ഈ ഗൗണാണ്. നല്ല ലെങ്ത്താണ്. ഈ ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടി വരും പിന്നീട് എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ. അല്ലാതെ വൺ ടൈമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു പ്രോഗ്രാം കൺഫേം അല്ല, എന്നാലും അടുത്ത മാസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ഇടാമല്ലോ എന്നും കൂടി കരുതിയിട്ടാണ് എടുത്തത്. പിന്നെ അന്ന് എടുത്തത് ഈയൊരു ഇതാണ്. ഇത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത്. അതിന് ഒരു സ്കേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ജാക്കറ്റും കൂടി വരുന്നുണ്ട്. അങ്ങനെ 3 കൂട്ടം ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അല്ലേ തന്നെ ഗോൾഡ് മേടിച്ചിട്ട് ഞാനൊരു പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഗോൾഡിൻ്റെ ബില്ല് എത്ര പൈസയായിരുന്നു എന്ന് പറയാം. ബില്ല് വണ്ടിയിലായിപ്പോയല്ലോ. അപ്പം ഗോൾഡിൻ്റെ വെയിറ്റ് പറഞ്ഞ സമയത്ത് റേറ്റ് പറയാൻ വിട്ടുപോയി എന്നോട്. അപ്പോൾ 3 കൂട്ടം ഡ്രസ്സ് പിന്നെ 2 കൂട്ടം ഡ്രസ്സാക്കി. അങ്ങനെ എനിക്കിന്ന് ഫോട്ടോഷൂട്ടിനിടാൻ ഇതാക്കി. ഞാൻ ധാവണി ഇട്ടിട്ടൊരു നാടൻ പെൺകുട്ടി എന്നുള്ള രീതിയിലൊരു ഫോട്ടോഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പം എനിക്കും എൻ്റെ ഫോട്ടോഗ്രാഫർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് 10 മണിയാകുമ്പോഴേക്ക് ഫോട്ടോഷൂട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്.
അതുകൊണ്ടാണ് രാവിലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നല്ല വെയിൻ കെട്ടാഞ്ഞിട്ട് കാലിനൊക്കെ ഇട്ട് കുത്തിയിട്ട് ഭയങ്കര വേദന, ഒരുപാട് നാളുകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സങ്കടവും, എനിക്ക് വാശി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകരുത് എന്നുള്ളത്. അങ്ങനെയാണ് ചിലരെന്നെ വാശി പിടിപ്പിച്ചാൽ ഞാൻ വാശിയോടെ തന്നെ മുന്നോട്ട് പോകും. അതാണ് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി പറയാണ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റിന സലീം. ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, വിഷ് ചെയ്യാൻ മറക്കരുതേ, 17ാമത്തെ. ഓക്കെ, ടാറ്റാ.